ഈ സർക്യൂട്ടിൽ എങ്ങനെയാണ്? It is safe to assume that the switch drawn in the circuit has been closed such a long time that any transients which might have arisen from first connecting the voltage source have disappeared. Determine the circuit time constant. Calculate the voltage V of t at t is equal to tau, 2 tau and 5 tau. Okay. നിങ്ങൾ അതൊന്നും ക്വസ്റ്റ്യനിലുള്ള ഇതൊന്നും കേട്ട് പേടിക്കണ്ട. ടി ഈക്വൽ ടു സീറോയില സ്വിച്ച് ഓപ്പൺ ആവുകയാണ്. അപ്പൊ ടി ഈക്വൽ ടു സീറോന് മുന്നേ എന്തായിരിക്കും? ആ സ്വിച്ച് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പൊ ടി ഈക്വൽ ടു സീറോ മൈനസിൽ നിങ്ങളുടെ സർക്യൂട്ട് എങ്ങനെയായിരിക്കും? സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ നിങ്ങളുടെ സർക്യൂട്ട് എങ്ങനെയായിരിക്കും? എളുപ്പല്ലേ? ടി ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി മുതലാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ ടി ഈക്വൽ ടു സീറോ മൈനസിൽ സർക്യൂട്ട് വരച്ചു തുടങ്ങിയാൽ മതി. ടി ഈസ് ഈക്വൽ ടു സീറോ മൈനസിൽ എന്താ വരിക? 200 ഓം വരും. പിന്നെ ഇവിടെ എങ്ങനെ വരും? സ്വിച്ച് എന്തായിരുന്നു ആ സമയത്ത്? ക്ലോസ്ഡ് ആയിരുന്നു. സ്വിച്ച് ക്ലോസ്ഡ് ആകുമ്പോൾ 4 വോൾട്ട് സോഴ്സ് ഉണ്ടാവില്ലേ നമ്മുടെ സർക്യൂട്ടിൽ? ഇവിടെ 100 ഓം ഉണ്ട്. കപ്പാസിറ്റർ എന്തായിരിക്കും? കുറേ നേരം ഇങ്ങനെ കണക്റ്റഡ് ആയതുകൊണ്ട് ഈ ടി ഈക്വൽ ടു സീറോ മൈനസ് എന്ന് പറഞ്ഞു സ്റ്റഡി സ്റ്റേറ്റ് 150 ഓം. ഇവിടെ എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ്. ഞാൻ ഈ വിനെ ഞാൻ വി സി എന്ന് പറയട്ടെ, അതാണ് കുറച്ചും കൂടി എളുപ്പം. വി സി ഓഫ് സീറോ മൈനസ്. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഫസ്റ്റ് റെഫറൻസ് നോഡ് ഇപ്പൊ 0 വോൾട്ട് ആക്കി, വാട്ട് എവർ. ഇവിടെ 0 വോൾട്ട് ആണ്. ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ ഇത് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യോ? ഇല്ല. ഇത് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യോ? ഇല്ല. ഓപ്പൺ സർക്യൂട്ടാ. ഇത് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യോ? ഇല്ല. കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഡ്രോപ്പ് ഉണ്ടാവോ? നോ ഡ്രോപ്പ്. ഡ്രോപ്പ് ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഈ 4 വോൾട്ട് തന്നെ നമുക്ക് വി സി ഓഫ് സീറോ മൈനസ് ആയിട്ട് കിട്ടും. വി സി ഓഫ് സീറോ മൈനസ് ഇസ് ഈക്വൽ ടു വി സി ഓഫ് സീറോ പ്ലസ് ഇസ് ഈക്വൽ ടു even Vc of 0 is equal to 4 volt because capacitor doesn't allow sudden change in voltage, just like an inductor who doesn't allow sudden change in current. അപ്പോൾ Vc of 0 മൈനസ് 4 വോൾട്ടാ. കാരണം ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആണ്. ഇത് കൂടെ കറണ്ട് പോയില്ല, ഇത് കൂടെ കറണ്ട് പോയില്ല. 0 വോൾട്ട് ഡ്രോപ്പ്, 0 വോൾട്ട് ഡ്രോപ്പ്. ഇവിടെ എന്തായിരുന്നു? അത് തന്നെ എന്ത് കിട്ടും? Vc of 0 മൈനസിൽ കിട്ടും. ഇനി ഈ ടി ഗ്രേറ്റർ ദാൻ സീറോയിൽ നമ്മുടെ സർക്യൂട്ട് എങ്ങനെയാണ്? ടി ഗ്രേറ്റർ ദാൻ സീറോയിൽ എന്താണ്? ഒരു 200 ഓം ഉണ്ട്, പിന്നെ ഒരു 100 ഓം ഉണ്ട്. എന്താണ് ഇവിടെ? ഇവിടുത്തെ സ്വിച്ച് ഓപ്പൺ ആയി. ഇവിടുത്തെ സ്വിച്ച് ഓപ്പൺ ആയാൽ ഈ 4 വോൾട്ടും നമ്മുടെ സർക്യൂട്ടിൽ വരില്ല. നമ്മുടെ സർക്യൂട്ടിൽ ആകെ വരുന്നത് ഒരു 3 റെസിസ്റ്റേഴ്സും വരും, ഒരു കപ്പാസിറ്ററും വരും. 2 നാനോ ഫാരഡ്. ഓക്കെ. ടി ഈക്വൽ ടു സീറോയില് വി സി ഓഫ് സീറോ എന്ന് പറയുന്നത് 4 വോൾട്ട് ആണ്. 4 വോൾട്ട് ആണ്. പക്ഷെ ഇതൊരു സോഴ്സ് ഫ്രീ സർക്യൂട്ട് അല്ലേ? കാലക്രമേണ ഇത് എന്ത് സംഭവിക്കും? ഒരു കറണ്ടോ അല്ലെങ്കിൽ വോൾട്ടേജോ നിലനിർത്താൻ, കപ്പാസിറ്ററിൽ ഇനീഷ്യലി ഒരു വോൾട്ടേജ് ഉണ്ട്, 4 വോൾട്ട് ഉണ്ട്. അത് ഇൻഫിനിറ്റി വരെ നിൽക്കുമോ? ഒരിക്കലും നിൽക്കില്ല. കാരണം ഇതിൽ വേറെ സോഴ്സ് ഇല്ല. 3 റെസിസ്റ്ററും ഉണ്ട്, ഈ കപ്പാസിറ്ററും അതിന് ഇനീഷ്യൽ വോൾട്ടേജും ഉണ്ട്. ഈ 4 വോൾട്ട് ഒരു ചെറിയ സമയത്തിൽ ഇതിനൊരു സപ്ലൈ കൊടുക്കുന്നല്ലാണ്ട് അവസാനം വി സി ഓഫ് ഇൻഫിനിറ്റി എന്ത് തന്നെയാണ്? 0 വോൾട്ട് തന്നെയാണ്. ഇനി ടോ കണ്ടുപിടിക്കണം. ടോ എന്ന് പറഞ്ഞാൽ ആർ സി സർക്യൂട്ടിൽ ആർ ഇക്വാലന്റ് ഇൻറ്റു സി ആണ്. സി എന്താണ്? 2 നാനോ ഫാരഡ് ആണ്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇതിലിപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് കറണ്ട് സോഴ്സോ ഷോർട്ട് ചെയ്യാനായിട്ട് വോൾട്ടേജ് സോഴ്സോ ഇല്ല. ഈ കപ്പാസിറ്റർ അങ്ങ് നീക്കിയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 100ഉം കാണാം, 200ഉം കാണാം, 150ഉം കാണാം. 100, 200, 150. എത്രയാ? 250 പ്ലസ് 200, 450. 450 ഓം അല്ലേ? അപ്പോൾ ഒരു 900 നാനോ സെക്കൻഡ് ആണ് നമ്മുടെ ടോ വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? വി സി ഓഫ് സീറോ മൈനസ് ഈക്വൽ ടു 4 വോൾട്ട്. അത് തന്നെ വി സി ഓഫ് സീറോ പ്ലസ്. ടി ഈക്വൽ ടു സീറോയില് സ്വിച്ച് ഓപ്പൺ ആയതുകൊണ്ട് സോഴ്സ് ഒന്നും സർക്യൂട്ടിൽ ഇല്ല. അപ്പൊ വി സി ഓഫ് ഇൻഫിനിറ്റി 0 വോൾട്ട് ആവും, കാരണം അതൊരു സോഴ്സ് ഫ്രീ സർക്യൂട്ട് ആയിട്ട് മാറും. പിന്നെ നമുക്ക് എന്ത് കിട്ടി? ടോ കിട്ടി. 900 നാനോ സെക്കൻഡ് ആണ്. 10⁻⁻9 എന്ന് പറയുമ്പോൾ നാനോ ആണ്. 10⁻⁻6 മൈക്രോ. 10⁻⁻3 മില്ലി. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? കാൽക്കുലേറ്റ് വി ഓഫ് ടി അറ്റ്. ഇങ്ങനെയാ ചോദിച്ചിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാലോ. എങ്ങനെയാ കണ്ടുപിടിക്കുക? വി സി ഓഫ് ടി is equal to വി സി ഓഫ് ഇൻഫിനിറ്റി പ്ലസ് വി സി ഓഫ് സീറോ മൈനസ് വി സി ഓഫ് ഇൻഫിനിറ്റി
ഇ റേസ് ടു മൈനസ് ടി ബൈ ടു. വി സി ഓഫ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 അല്ലേ? 0 പ്ലസ് 4 ഇ റേസ് ടു മൈനസ് ടി ബൈ ടു. ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞത് ടി ഈസ് ഈക്വൽ ടു 2 ടോ അല്ല. അപ്പൊ എന്താണ് 4 ഇ റേസ് ടു മൈനസ് 2 ടോ ബൈ ടു. 4 ഇ റേസ് ടു മൈനസ് 2. 2 ടോയിലാണോ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞേ? 2 ടോയിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 4 ഇ റേസ് ടു മൈനസ് 2 വോൾട്ട്. അതുപോലെ 1 ടോല്, ഇപ്പൊ വി സി ഈക്വൽ ടു ടി ഈക്വൽ ടു 1 ടോല് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 4 ഇ റേസ് ടു മൈനസ് ടോ ബൈ ടോ, 4 ഇ റേസ് ടു മൈനസ് 1 വോൾട്ട്. ഇതിന്റെയൊക്കെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി വി സി ടി ഈസ് ഈക്വൽ ടു 5 ടോല് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ 4 ഇ റേസ് ടു മൈനസ് 5 ടോ ബൈ ടോ, 4 ഇ റേസ് ടു മൈനസ് 5 വോൾട്ട്. എത്രയാന്ന് വെച്ച് നോക്കിക്കോ. എനിക്ക് തോന്നുന്നു 4 ഇ റേസ് ടു മൈനസ് 1 എനിക്ക് തോന്നുന്നു 1.471 ആയിരിക്കും. ബാക്കി നിങ്ങൾ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ.